സർ, ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേക്ക് കയറുന്നത് ഇറാനെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ആധുനിക മിസൈൽ, ഡ്രോണുകളൊക്കെ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്നും കേട്ടിരുന്നു. എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ ഇപ്പം? ഇന്നലെ ഇറാൻ പുതിയൊരു മിസൈൽ വിജയകരമായി പരീക്ഷിച്ചിട്ടുണ്ട്. അത് 1000 കിലോമീറ്റർ, അതായത് 600 മൈൽ ഈ കപ്പലുകളെ അമേരിക്കയുടെ പേർഷ്യൻ ഗൾഫിലും സീ ഓഫ് ഒമാൻ കടലിലും ആക്രമിക്കാവുന്ന മിസൈൽ വികസിപ്പിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് എതിരായിട്ടുള്ള മിസൈൽ തന്നെയാണ്. അത് ക്രൂസ് മിസൈലാണ്, യുദ്ധക്കപ്പലുകൾക്കെതിരെ ഉള്ളതാണ്. ആന്റി വാർഷിപ്പ് ക്രൂസ് മിസൈൽ ആണ്. കപ്പലുകളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള മിസൈലാണ് വികസിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇത് അവരുടെ ഈ IRGC ഉണ്ടല്ലോ, ഇറാൻ റെവല്യൂഷണറി ഗാർഡ്. ഇറാൻ റെവല്യൂഷണറി ഗാർഡിന്റെ നാവിക മേധാവി ജനറൽ അലി റീസ താങ്സിരി അദ്ദേഹമാണ് ഇത് പുറത്തറിയിച്ചിരിക്കുന്നത് അവിടുത്തെ ടെലിവിഷൻ വഴി. ഖദർ 380 മൈൽ ടൈപ്പ് L, അതാണ് അതിൻ്റെ പരിഷ്കരിച്ച രൂപമായിരിക്കും, അതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഖദർ മിസൈൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് 1000 കിലോമീറ്ററിലധികം റേഞ്ച് ഉണ്ട്. അതിന് ആൻറ്റി ജാമിങ് ശേഷി ഉണ്ട്. ജാം ചെയ്യാവുന്ന പരിപാടികളും ഒക്കെ ഉണ്ട്, റഡാർ ജാമിങ് തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇറാന്റെ തെക്കൻ തീരത്ത് ഒരു ഭൂഗർഭ മിസൈൽ കേന്ദ്രം ഉള്ളതായിട്ടും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഭൂമിക്കടിയിലാണ് ഇവരിതെല്ലാം സജ്ജമാക്കുന്നത്. അതായത് ഇസ്രയേൽ എല്ലാം നശിപ്പിച്ചിട്ടില്ല, ചിലതൊക്കെ ബാക്കി കിടക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്ന സംഭവമാണിത്. അത് മിസൈലിന്റെ അറ്റത്തെ സ്ഫോടകം ഉണ്ടല്ലോ, വാർ ഹെഡ് എന്ന് പറയുന്നത്, അതെന്താണ് എന്നതിൽ വെളിപ്പെടുത്തിയിട്ടില്ല. ആയുധമാണോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. വാർ ഹെഡ് എന്തായിരുന്നു ഈ പരീക്ഷിക്കുമ്പോൾ എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. ഈ താങ്സിരി പറഞ്ഞിരിക്കുന്നത് ഈ IRGCക്ക് ഈ മിസൈൽ കേന്ദ്രമല്ലാതെ വേറെയും ഉണ്ട് എന്ന് അങ്ങേര് പറഞ്ഞിട്ടുണ്ട്. ഈ മിസൈല് ശത്രുവിൻ്റെ ഈ യുദ്ധക്കപ്പലുകൾ മുഴുവൻ നരകത്തിൽ കൊണ്ട് ചേർക്കും എന്നും അങ്ങേര് ജനറൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പുതിയ ആയുധം വളരെ സങ്കീർണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത്യാധുനികമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിശദീകരിച്ചില്ല. അത്യാധുനികം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് സംശയത്തിൽ നിർത്തണമല്ലോ, ആണവശേഷി ഉള്ളതാണോ എന്നുള്ള കാര്യമൊക്കെ. ഇത് ഭൂഗർഭത്തിൽ നിന്ന് ലോഞ്ച് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭൂമിക്കടിയിൽ നിന്ന് തന്നെ മിസൈൽ ലോഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മധ്യ ഇറാനിൽ നിന്ന് ഒമാൻ കടലിലേക്ക് ലോഞ്ച് ചെയ്താണ് പരീക്ഷണം നടത്തിയത് എന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് 5 മിനിറ്റിനകം ഒരാൾക്ക്, ഈ മിസൈൽ സംവിധാനത്തിൽ നിന്ന് ഒരാൾക്ക് 5 മിനിറ്റിനകം ലോഞ്ച് ചെയ്യാൻ കഴിയും എന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട്. 2011 മുതൽ ഇറാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഭൂഗർഭ മിസൈൽ സംവിധാനങ്ങളെപ്പറ്റി സംസാരിക്കാറുണ്ട്. മിസൈൽ പരീക്ഷണങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നടത്താറുണ്ട്. ഇങ്ങനെ മിസൈൽ പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് ഭൂഗർഭ സംവിധാനങ്ങൾ ഉള്ള കാര്യങ്ങളൊക്കെ ഇറാൻ വെളിപ്പെടുത്താറുള്ളത്. അങ്ങനെ ഈ തെക്കൻ തീരത്ത് ഈ ഹോർമുസ് കടലിടുക്കുണ്ടല്ലോ, ആ ഹോർമുസ് കടലിടുക്കിൻ്റെ അടുത്ത് ഇത്തരം കേന്ദ്രങ്ങൾ ഉള്ളതായിട്ട് പലപ്പോഴും അവകാശപ്പെട്ടിട്ടുണ്ട് ഇറാൻ. ഹോർമുസ് കടലിടുക്കിൻ്റെ അടുത്ത് ഇത് തെക്കൻ തീരത്ത് ഉള്ളതായിട്ട് അവകാശപ്പെട്ടിട്ടുണ്ട് ഇത്തരം മിസൈൽ കേന്ദ്രങ്ങൾ. ഈ 2000 കിലോമീറ്റർ, അതായത് 1200 മൈൽ റേഞ്ചുള്ള മിസൈലുകൾ ഇറാനുണ്ട് എന്ന് ഇറാൻ പലപ്പോഴും അവകാശപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ മിഡിൽ ഈസ്റ്റിൽ
ഏതാണ്ട് രാജ്യങ്ങളൊക്കെ ഇസ്രായേൽ ഉൾപ്പെടെ എല്ലാ റേഞ്ചിൽ വരും. അതാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം ഈ ഹമാസുമായിട്ടുള്ള ഇസ്രായേലിന്റെ യുദ്ധത്തിൽ ഗാസയിലും ലബനനിലും ഹെസ്ബുല്ലക്കെതിരെയും ആക്രമണം നടക്കുമ്പോൾ ഇറാൻ ഇസ്രായേലിന് എതിരെ ഏപ്രിലും ഒക്ടോബറിലും മിസൈലുകൾ അയച്ചിരുന്നു ഇസ്രായേലിനെതിരെ. മിക്കവാറും മിസൈലുകളെയൊക്കെ ഇടയ്ക്ക് വെച്ച് തന്നെ കണ്ടെത്തി നശിപ്പിച്ചതായിട്ടും ഇസ്രായേൽ അവകാശപ്പെട്ടിട്ടുണ്ട്. ഒരെണ്ണം ആ മൊസാദ് കേന്ദ്രത്തിന്റെ അടുത്ത് നിലത്ത് വീണ് വലിയ ഗർത്തമുണ്ടായ ചിത്രങ്ങളൊക്കെ ആ കാലത്ത് വന്നിരുന്നു. ഈ ഇറാഖിലെ 1980കളിൽ നടന്ന 8 വർഷത്തെ യുദ്ധം ഉണ്ടല്ലോ ഇറാനെതിരെ, ആ യുദ്ധത്തിൽ 2 രാജ്യങ്ങളും ഇറാനും ഇറാഖും അവരുടെ നഗരങ്ങളിലാക്കി മിസൈലുകൾ അയച്ചിരുന്നു. ആ കാലത്ത് ഇറാൻ അതിൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിച്ചിരുന്നു. അത് ഇറാഖിനെ തടയാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ UN-ന്റെ ഒരു ഉപരോധമുണ്ട്, ഈ ആയുധ ഉപരോധം. അത് ഇറാഖ് വലിയ വിലയുള്ള അത്യാധുനിക ആയുധ സംവിധാനങ്ങൾ വാങ്ങുന്നതിനെതിരെ UN ഉപരോധമുണ്ട്. ഇറാഖ് വാങ്ങുന്നതിനെതിരെ ഉണ്ട്. ഇറാനെതിരെയും അങ്ങനെയുണ്ട്. അപ്പോൾ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാം അന്ന് ഡെവലപ്പ് ചെയ്തതായിട്ട് പറഞ്ഞിരുന്നല്ലോ ഇറാഖിനെതിരെ. മാത്രമല്ല UN ഉപരോധം അത് വാങ്ങുന്നതിനെതിരെ ഉണ്ട് താനും. ആ ഇറാനിലെ ഈ ഭൂഗർഭ തുരങ്കങ്ങൾ ഈ ആയുധങ്ങളെയൊക്കെ സംരക്ഷിച്ച് നിർത്തുന്നുണ്ട്. കുറെ ടണലുകൾ ഇസ്രായേൽ നശിപ്പിച്ചതായിട്ട് നമുക്കറിയാം. ഈ ലിക്വിഡ് ഫ്യുവൽ, ദ്രവ ഇന്ധനം കൊണ്ട് വിക്ഷേപിക്കാവുന്ന ഉള്ള മിസൈലുകളും ഒക്കെ അതിൽ പെടും. കുറച്ച് നേരം കൊണ്ട് തന്നെ വിക്ഷേപിക്കാവുന്നതും ഒക്കെ അതിൻ്റെ അകത്ത് പെടും. ഇപ്പം അമേരിക്കയും അതിൻ്റെ സഖ്യകക്ഷികളും ഒക്കെ ഇറാന്റെ മിസൈൽ പദ്ധതിയെ ഭീഷണിയായിട്ട് തന്നെയാണ് കരുതുന്നത്. അതിൻ്റെ ന്യൂക്ലിയർ പരിപാടി, ആണവായുധ പരിപാടിയെ ഒരു ഭീഷണിയായിട്ട് തന്നെയാണ് കരുതുന്നത്. പക്ഷെ പലപ്പോഴും ഈ അമേരിക്കയുടെ തന്നെ പ്രതിരോധ സെക്രട്ടറിമാരൊക്കെ അധികം താമസിയാതെ തന്നെ അണുബോംബ് ഇറാന് വികസിപ്പിക്കാൻ കഴിയുന്ന ഇടയ്ക്കിടയ്ക്ക് പറയാറുമുണ്ട്. കാരണം യുറേനിയം സമ്പുഷ്ടീകരണമൊക്കെ ആ തലത്തിൽ എത്തി നിൽക്കുന്നു എന്നും പറയാറുണ്ട്. സാർ, ഇപ്പോൾ യുറേനിയം സമ്പുഷ്ടീകരണം അതിൻ്റെ 60% എത്തിയെന്നും പിന്നീട് അത് 90% എത്താൻ വളരെ എളുപ്പമാണെന്നൊക്കെ അവർ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ തകരാത്ത ചില കേന്ദ്രങ്ങൾ ഇറാൻ്റെ ഭൂമിക്കടിയിലുണ്ട്. അത്തരം കേന്ദ്രങ്ങളിൽ ഇത്തരം പരീക്ഷണങ്ങൾ നടക്കുന്നു. അപ്പോൾ ഭൂമിക്കടിയിൽ നിന്ന് തന്നെ പരീക്ഷിക്കാവുന്ന മിസൈലുണ്ട് എന്ന് പറഞ്ഞാൽ അമേരിക്കയെ പ്രതിരോധിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇറാൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അമേരിക്കയെ പ്രതിരോധിക്കാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ മിസൈല് വികസിപ്പിച്ചിരിക്കുന്നത് ഈ ഗൾഫില് അമേരിക്ക പല താവളങ്ങളും ഉണ്ടല്ലോ, അമേരിക്കൻ കപ്പലുകളും ഉണ്ട് ഈ ഒമാൻ കടലിലും ഒക്കെ. അതാണല്ലോ ഹൂത്തികൾ ഉപയോഗിച്ച് കൊണ്ട് അറ്റാക്ക് ചെയ്തോണ്ടിരുന്നത്. അതിനെ ആക്രമിക്കാൻ കഴിയുന്ന മിസൈൽ എന്നുള്ള. അപ്പൊ അമേരിക്ക ഗൾഫിൽ നിന്ന് കെട്ടുകെട്ടണം എന്നുള്ള ഇറാന്റെ ആവശ്യമാണ് ഈ ഇറാൻ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതേസമയം നമുക്കറിയാവുന്നത് മലകളില് പിന്നെ ഭൂഗർഭത്തിൽ ഒക്കെയാണ് ഇപ്പോൾ ആണവ കേന്ദ്രങ്ങൾ ഉള്ളതെന്ന് നമുക്കറിയാം. ആ ആണവ കേന്ദ്രങ്ങൾ ഇസ്രയേലിന് ഒറ്റയ്ക്ക് തകർക്കാൻ കഴിയില്ല എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് ട്രംപ് വന്നു കഴിഞ്ഞാൽ ഈ ഭൂഗർഭ പിന്നെ മല നിരയിലൊക്കെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ അമേരിക്കയുടെ ഒരു ആക്രമണം ഉണ്ടാവും എന്ന് റിപ്പോർട്ടുകളുണ്ട്. അത് താമസിയാതെ ഉണ്ടാവും എന്നും റിപ്പോർട്ടുകളുണ്ട്. ഒരു പക്ഷേ അങ്ങനെ അമേരിക്കയുടെ ഒരു ഭീഷണി നിലനിൽക്കുമ്പോൾ പിന്നെ അമേരിക്കയ്ക്കൊരു മുന്നറിയിപ്പ് എന്നുള്ള നിലയ്ക്കായിരിക്കണം ഈ മിസൈൽ ഇപ്പോൾ പരീക്ഷിച്ചിട്ടുണ്ടാവുക. ഞങ്ങളുടെ കയ്യിലും സംഗതിയൊന്നും കോപ്പ് തീർന്നിട്ടില്ല എന്ന് പറയുന്ന ഒരു സൂചന, ഒരു വിഭതി ധൈര്യത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ആയുധം എന്നേ ഉള്ളൂ. അമേരിക്ക ആക്രമിക്കാനായിട്ട് അമേരിക്ക ഇപ്പോൾ ഇന്നലെ സൊമാലിയയിൽ IS കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. അപ്പൊ അമേരിക്കയാണ് ഈ ഭൂഗർഭ മറ്റേ മലയിലും ഒക്കെയുള്ള കേന്ദ്രങ്ങൾ, ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കേണ്ടത്. അത് ട്രംപ് വന്നാലേ നടക്കുമെന്നൊക്കെ അറിയാം. ഇസ്രയേൽ കൂട്ടിയാൽ കൂടില്ല. ഇതൊക്കെ ലൊക്കേറ്റ് ചെയ്തിട്ട് ഹൈ പ്രിസിഷൻ കൃത്യതയൊക്കെ വേണം.
അപ്പോൾ അമേരിക്കയുടെ ഒരു ആക്രമണം ആസന്നമാണ് ഇറാനിൽ എന്നുള്ളൊരു ധാരണ ആഗോളതലത്തിലുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് തടയാൻ വേണ്ടി ഒരു ശ്രമം ഇറാൻ നടത്തി നോക്കി എന്നേ കരുതേണ്ടതുള്ളൂ. സാർ, പിന്നെ ഈ അയത്തുള്ള അലി ഖമനയുടെ ഇപ്പോൾ പുറത്തു വന്ന ചില ചിത്രങ്ങളിലെ അദ്ദേഹം നടക്കുന്ന ഡ്രസ്സിന് എന്തോ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ ബുള്ളറ്റ് പ്രൂഫ് ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവർ ഏത് നിമിഷവും ഒരു അറ്റാക്ക് ഇസ്രായേലും അമേരിക്കയും കൂടെ നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇറാനെതിരെയുള്ള ഒരു ആക്രമണം ആസന്നമാണ്. അതധികം താമസിക്കില്ല. അത് കറക്റ്റായിട്ട് ലൊക്കേഷനൊക്കെ കണ്ടെത്തിയിട്ട് വേണമല്ലോ ചെയ്യാനുള്ളത്. പിന്നെ ഈ 2000 പൗണ്ട് പിന്നെ ബോംബ് ഇസ്രായേലിന് കൊടുത്തിട്ടുണ്ടല്ലോ. ബൈഡൻ പിടിച്ചു വെച്ചിരുന്ന ഷിപ്മെന്റും കൂടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ 2000 പൗണ്ടിന്റെ ബോംബ് ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇത്തരം കേന്ദ്രങ്ങൾ തകർക്കുക എന്നുള്ളതായിരിക്കണം അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ പ്രതീക്ഷിക്കാം അടുത്ത് തന്നെ ഒരു ആക്രമണം ഇറാനെതിരെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.